ഇന്ന് ചൂര മീനാണ് കിട്ടിയത്. അപ്പം ചക്ക കറിക്ക് വേണ്ടിയിട്ടുള്ള ചക്കയും തോരത്തിന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ടും എല്ലാം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച് മീനിന് തലയും കറിയുമായിട്ട് രണ്ടായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് അതിനെ എല്ലാം മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ച് അരി അടുപ്പത്തേക്കിട്ട് കടു താളിച്ച് തോരനത്തിനുള്ളതെല്ലാം അടുപ്പിലാക്കി ചക്കയും കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. തോരൻ റെഡിയായപ്പോഴേക്കും അതിനെ എല്ലാം മാറ്റി ചക്ക വെന്തപ്പോൾ അത് മാറ്റിയിട്ട് മീൻകറി രണ്ടും കൂടി അടുപ്പിലാക്കി. അപ്പം ചക്കയെ ഉടച്ചെല്ലാം എടുത്തിട്ടുണ്ട്. പുളിങ്കുരുവിനെ ഇതുപോലെ ആരെങ്കിലും ചെയ്യാറുണ്ട്? കടലിൽ നിന്ന് വാങ്ങിക്കുന്ന പുളിയിൽ അത്രയും പുളിങ്കുരു ആയിരിക്കും. അപ്പോൾ പിഴിഞ്ഞ് കളഞ്ഞ് തൊത്ത് കളയുമ്പോഴേക്കും അതിൽ കിട്ടുന്ന പുളിങ്കുരുവിനെ ഞാനിതുപോലെ ബർണറിൻ്റെ സൈഡിലെടുത്തിട്ട് ചുട്ടതുപോലെ ആക്കി എടുക്കാറുണ്ട്. അപ്പം ഇന്നത്തെ ഉച്ചയ്ക്ക് ഊണിന് എനിക്ക് ചോറിന് പകരം കഞ്ഞിയാണ്. അരി വടിക്കാൻ താമസിച്ചതുകൊണ്ട് പിന്നെ അരി വെന്ത് പോയപ്പോൾ മക്കൾ പറഞ്ഞത് കുറച്ച് തേങ്ങാപ്പാലൊഴിച്ച് കഞ്ഞിയാക്കി എടുത്താൽ മതിയെന്ന്. അവർക്ക് കഞ്ഞി ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം എനിക്ക് ഊണിനായിട്ട് നല്ല ചക്ക ഉടച്ചതും ചൂര മീൻ കറിയും ചൂര വറ്റിച്ചതും ബീട്രൂട്ട് തോരനുണ്ട്. പിന്നെ രാവിലത്തെ കോവയ്ക്ക തോരനും കൂടി ഉണ്ടായിരുന്നു. കുറച്ച് നെല്ലിക്ക അച്ചാറും. അപ്പം ഇത് ചക്ക വെച്ചപ്പോൾ തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് ചക്കയും മീൻ കറിയും മാത്രമായിട്ടൊന്ന് കഴിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ചക്കയും മീൻ കറി മാത്രമാണ് എടുക്കുന്നത്. തല വറ്റിച്ചത് വേണമെന്നൊന്ന് ആലോചിച്ചു, പിന്നെ ഒരല്പം എടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് നെല്ലിക്കയും അതിൻ്റെ വെള്ളവും ഒരു മുളകും രാവിലത്തെ കോവയ്ക്ക എല്ലാം കൂടി നല്ല രുചിയുണ്ടായിരുന്നേ. അപ്പം തുടക്കത്തിൽ ചക്കയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു പ്രിയം ഉണ്ടാകും. ചക്ക പേരിക്കുമ്പോഴാണ് ആർക്കും അത്ര താല്പര്യം കാണില്ല അതിനോട്. എന്തായാലും ഇന്നത്തെ ഊണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.